യാഗന്തിയിലെ അത്ഭുത നന്ദി വിഗ്രഹം. ഇങ്ങനെ ഒരു സംഭവം കേട്ടുകേൾവി പോലുമില്ല. വിശ്വസിക്കാൻ പ്രയാസം. പാറയിൽ കൊത്തിയുണ്ടാക്കിയ ഒരു നന്ദി വിഗ്രഹം നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ആ നന്ദി വിഗ്രഹത്തിൻ്റെ വളർച്ച കാരണം ക്ഷേത്രത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന പഴയ തൂണുകൾ മാറ്റി പുതിയതായി കോൺക്രീറ്റ് തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നു. വിശ്വാസം വരാഞ്ഞിട്ട് ധാരാളം ഇതിനെക്കുറിച്ച് പഠിച്ചു. കാര്യങ്ങൾ വിശ്വസിക്കാതെ തരമില്ല. നേരിട്ട് കണ്ട മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ആന്ധ്രാപ്രദേശിലെ ഗൂട്ടിയിലേക്ക് തിരിച്ചു. കൊങ്കൺ റെയിൽവേ ആരംഭിക്കുന്നതിന് മുൻപ് മുംബൈക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ധാരാളമായി കേട്ടിരുന്ന ഒരു പേരാണ് ഗൂട്ടി. ഗൂട്ടിയിൽ നിന്നും ബംഗാരപ്പള്ളി റോഡിൽ 75 കിലോമീറ്റർ സഞ്ചരിച്ചാൽ യാഗന്തിയിലെത്താം. ഞാൻ എത്തിയ ദിവസം വലിയൊരു ജനക്കൂട്ടം തന്നെ എവിടെയും കാണാൻ കഴിഞ്ഞു. ധാരാളം ഗ്രാമീണ ജനങ്ങളുടെ സാന്നിധ്യം. അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിൽ കച്ചവടക്കാരും. പിതൃക്കൾക്ക് ബലിയിടുന്ന ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ എത്തിയത്. അതിൻ്റെയൊക്കെ ബാക്കി പത്രമായി പൂജാകർമ്മങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെയൊക്കെ കാണാം. പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുടെ ഇടതുഭാഗത്തായി ഒരു വലിയ പുഷ്കരിണി, അതായത് ക്ഷേത്രക്കുളം ഉണ്ട്. ഒരു നന്ദിയുടെ വായിൽ നിന്നാണ് ജലം കുളത്തിലേക്ക് വരുന്നത്. വർഷം മുഴുവൻ ഈ കുളത്തിൽ ജലം ഉണ്ടായിരിക്കും. ഇതിലെ പുണ്യസ്നാനം അനുഗ്രഹമാണെന്നാണ് വിശ്വാസം. കുളത്തിൻ്റെ മധ്യത്തിൽ ഒരു മണ്ഡപം, ചുറ്റും വിശ്രമിക്കാൻ ഉള്ള കൽമണ്ഡപവും കാണാം. ധാരാളം ആളുകൾ അവിടെ കുളിക്കുന്നു. ഇവിടെ നിന്നും സ്റ്റെപ്പ് കയറി മുന്നോട്ടെത്തുന്നത് ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുന്നിലേക്കാണ്. അവിടെ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു കൊടിമരം. അവിടെയും ധാരാളം ആളുകൾ കൂട്ടം കൂടി നിൽപ്പുണ്ട്. ഒരു ഗംഭീര മല. മുന്നോട്ട് നടന്നാൽ സിനിമയ്ക്ക് സെറ്റിട്ടതുപോലെ ഒരു ഗംഭീര ദൃശ്യം. ഒരു പാലം കയറി ഇറങ്ങിയാൽ മലയുടെ അടിവാരത്തിലേക്കാണ് എത്തുന്നത്. മനോഹരമായ ഒരു കാഴ്ച. ആ മനോഹര കാഴ്ച മിക്കവരും ക്യാമറയിൽ പകർത്തുന്നു. അഗസ്ത്യമുനി ശിവനു വേണ്ടി തപസ് അനുഷ്ഠിച്ച ഗുഹയാണെന്നാണ് വിശ്വസിക്കുന്നത്. കുത്തനെയുള്ള 120 പടികൾ കയറിയാൽ ഉള്ളിൽ പ്രവേശിക്കാം. ഇപ്പോൾ കുറേ ഭാഗം പ്രവേശിച്ചു കഴിയുമ്പോൾ ഗുഹയുടെ ഉൾഭാഗം പൂട്ടിയിരിക്കുകയാണ്. തിരികെ എത്തിയാൽ ക്ഷേത്ര ഗോപുരത്തിന് സമീപം എത്താം. 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ സംഘ രാജവംശത്തിലെ രാജാവായ ഹരിവരബുക്ക ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അഗസ്ത്യമുനി ഈ പ്രദേശത്ത് ഒരു വെങ്കടേശ്വര ക്ഷേത്രം നിർമ്മിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ നിർമ്മാണവേളയിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹത്തിന്റെ കാലിലെ നഖത്തിന് കേടുവന്നിരുന്നതിനാൽ ഈ പ്രതിമ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ അസ്വസ്ഥനായ മുനി ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ സ്ഥലം കൈലാസത്തിനോട് സാമ്യമുള്ളതിനാൽ തനിക്കാണ് കൂടുതൽ അനുയോജ്യമെന്ന് ശിവൻ പറഞ്ഞു. ഒറ്റക്കല്ലിൽ ഉമാമഹേശ്വരനായി പാർവതി ദേവിയെ ഭക്തർക്ക് നൽകാനും ശിവൻ നിർബന്ധിച്ചു. ഭാരതത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് യാഗന്തിയിലെ ഈ ഉമാമഹേശ്വര ക്ഷേത്രം. ശിവരാത്രിയാണ് പ്രധാന ആഘോഷം. ശിവൻ, പാർവതി, നന്ദി എന്നിവരാണ് പ്രധാന പ്രതിഷ്ഠ. മറ്റൊരു രസകരമായ ചരിത്രം, ഇവിടെ ഒരു കാക്കയെ പോലും കാണാൻ സാധിക്കുകയില്ല. അഗസ്ത്യമുനി ഇവിടെ തപസ് ചെയ്തിരുന്ന വേളയിൽ കാക്കകൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയെന്നും ഇതിൽ കുപിതനായി മുനി കാക്കകളെ ശപിച്ചു എന്നും പറയപ്പെടുന്നു. ശനിദേവന്റെ വാഹനമായ കാക്ക ഇവിടെ പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ശനിയുടെ ദോഷമുള്ളവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്.
ക്ഷേത്ര ഗോപുരം കടന്നാൽ ആണ് ആ മഹാത്ഭുതം കാണാൻ സാധിക്കുന്നത്. നന്ദി വിഗ്രഹത്തിന് അസാമാന്യമായ വലിപ്പമാണ് ഇപ്പോൾ ഉള്ളത്. ധാരാളം ആളുകൾ തൊട്ടു വണങ്ങി പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ നന്ദിയുടെ ചെവിയിൽ മന്ത്രിക്കുന്നു. ശരിക്കും ഈ നന്ദി വിഗ്രഹം വളർന്ന് ക്ഷേത്രത്തിൻ്റെ അടിത്തറയിൽ മുട്ടിനിൽക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. മുമ്പ് ഭക്തർ ഈ നന്ദിയെ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ വന്ന് കണ്ടാൽ ആർക്കും മനസ്സിലാകും ഈ നന്ദി വിഗ്രഹം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. തന്നെയുമല്ല, മുൻപുണ്ടായിരുന്ന കരിങ്കൽ തൂണുകൾ പൊളിച്ചു മാറ്റി പകരം അകലത്തിലായി 2 കോൺക്രീറ്റ് തൂണുകൾ നിർമ്മിച്ചാണ് മുകൾ ഭാഗം ബലപ്പെടുത്തിയിരിക്കുന്നത്. തികച്ചും അത്ഭുതകരമായ കാഴ്ച. നന്ദിയുടെ വളർച്ച തുല്യമായിട്ടല്ലെന്ന് തോന്നുന്നു. ഇവിടെയും ധാരാളം ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നു. നേരിട്ട് കണ്ടപ്പോഴാണ് ഇത്രയും ഗംഭീരമായ ഒരു കാഴ്ചയാണെന്ന് മനസ്സിലായി. ഇവിടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്നവർക്ക് അന്നദാനം കൊടുക്കുന്ന പതിവുണ്ട്. അന്നദാനത്തിൻ്റെ ചെലവിന് വേണ്ടി നിശ്ചിത തുകയിൽ കൂടുതൽ കൊടുക്കുന്നവരുടെ ഫോട്ടോയാണ് മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നത്. ഏതായാലും ഒത്തിരി സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് മടക്കം. കാരണം ഇങ്ങനെയൊരു അത്ഭുതം ലോകത്തെവിടെയും കേട്ടുകേൾവി പോലുമില്ല.